ഗുഡ് ആഫ്റ്റർനൂൺ. കഴിഞ്ഞ 2 വീഡിയോസ്, അതായത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബയസിംഗ് ആണ്. അതുപോലെ തന്നെ അതിനു മുമ്പത്തെ ദിവസം നമ്മൾ PA സിസ്റ്റം ഡിസ്കസ് ചെയ്തു. സോ ബയസിംഗിന്റെ ബാക്കിയായിട്ട് നമുക്ക് അടുത്ത ടോപ്പിക് വരുന്നത് മൊഡ്യൂൾ 5 പേജ് 8 ആണ് നിങ്ങൾ നോക്കേണ്ടത്. സോ പേജ് 8 വരുന്ന DC ലോഡ് ലൈൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് DC ലോഡ് ലൈൻ. DC എന്ന ടൈം റെപ്രസെന്റ് ചെയ്യുന്നത് DC കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. AC സിഗ്നൽസിന്റെ പ്രസൻസ് എടുക്കുന്നില്ല. ലോഡ് ഇൻഡിക്കേറ്റ്സ് ദ ഔട്ട്പുട്ട് സൈഡ്, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടുമാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. സോ DC ലോഡ് ലൈൻ. സോ ഞാൻ ഇന്നലെ അതിന് ഇൻട്രൊഡക്ഷൻ തന്നായിരുന്നു. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് കണക്ട്സ് 2 points. First point is VCE point, another point is IC point. So it connects VCE and IC in the output characteristics of a common emitter configuration. നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ കേസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ കണക്ടിംഗ് VCE and IC in the output characteristics of a common emitter configuration. സോ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വേണമെന്നുണ്ടെങ്കിൽ റീകളക്ട് ചെയ്യാവുന്നതാണ്. പ്രീവിയസ് പേജ് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ വരച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ. സോ എക്സ് ആക്സിസ് നമ്മൾ VCE പ്ലോട്ട് ചെയ്തു, Y ആക്സിസിൽ നമ്മൾ IC പ്ലോട്ട് ചെയ്തു. IC ഈസ് ഇൻ മില്ലി ആംപിയർ. ദെൻ VCE എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് പോയിന്റ് B എന്ന് ഞാൻ വിളിക്കുകയാണ്. ദെൻ ICക്ക് ഒരു പോയിന്റ് A എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, പോയിന്റ് A. ഈ 2 പോയിന്റ് ആണ് കണക്ട് ചെയ്ത് നമ്മൾ DC ലോഡ് ലൈൻ വരച്ചിരിക്കുന്നത്. സോ ഇതിനെ ഞാൻ വീണ്ടും ഈ പോയിന്റ് ബിനെ കട്ട് ഓഫ് പോയിന്റ് എന്ന് വിളിക്കുന്നു. സോ കട്ട് ഓഫ് എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാം കറന്റ് ഈസ് മിനിമം. അതുപോലെ ഈ പോയിന്റ് ഞാൻ സാച്ചുറേഷൻ എന്ന് വിളിക്കുന്നു. ദാറ്റ് മീൻസ് കറന്റ് ഈസ് മാക്സിമം. അത്രയും കാര്യങ്ങൾ ഓർക്കുക ഈ ഡയഗ്രത്തിൽ. ഓക്കെ, സോ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൊഡ്യൂൾ 4 പേജ് 28 സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് നമ്മൾ റീകളക്ട് ചെയ്യേണ്ടി വരും. സോ പ്ലീസ് റെഫർ ദിസ് സർക്യൂട്ട് ഡയഗ്രാം ഇൻ പേജ് 28 ഓഫ് മൊഡ്യൂൾ 4. നൗ ഗോ ടു പേജ് 8 ഇൻ മൊഡ്യൂൾ 5. സോ മൊഡ്യൂൾ 5 നമ്മൾ പോകുമ്പോൾ മൊഡ്യൂൾ 5 പേജ് 8 കാണാൻ പറയുന്നത് സോ ഈ സെയിം ഡയഗ്രാം തന്നെയാണ് കാണുന്നത്. സോ ഈ സെയിം ഡയഗ്രാം വേറൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് മൊഡ്യൂൾ 5 പേജ് 8 കാണുന്ന ഈ ഡയഗ്രാം. സോ ഇൻ ദിസ് ഡയഗ്രാം ദ ട്രാൻസിസ്റ്റർ ഈസ് കണക്ടഡ് ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഇൻപുട്ടിൽ നോ സിഗ്നൽ എന്ന് കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ദർ ഈസ് നോ AC ഇൻപുട്ട്. ഇത് തന്നെയാണ് നമ്മൾ ഇന്നലെ ബയസിംഗ് ഡിസ്കസ് ചെയ്ത ഒരു കാര്യം, അതായത് പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറന്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻപുട്ട്. സോ കളക്ടർ കറന്റ് 0 ആയിരിക്കണം, ഇൻപുട്ട് സിഗ്നൽ 0 ആയിരിക്കുമ്പോൾ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഹിയർ ദർ ഈസ് നോ ഇൻപുട്ട് സിഗ്നൽ. വി ആർ യൂസിംഗ് ഓൺലി ദീസ് DC സപ്ലൈസ്. ഓക്കെ, സോ ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഈ ഔട്ട്പുട്ട് സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യും. സോ ഔട്ട്പുട്ട് സൈഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ കറണ്ട് IC കാണിക്കുന്നുണ്ട്. ദെൻ വോൾട്ടേജ് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് എമിറ്റർ VCE ഉണ്ട്. Then RC is the load resistance or the collector resistance. Then supply voltage is VCC. നമ്മൾ ഈ ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ അനാലിസിസിന് വേണ്ടിയിട്ട് ഈ കളക്ടർ സൈഡ് അല്ലെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് ലൂപ്പ് നമ്മൾ എടുക്കണം. നമ്മളിത് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് KVL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ we get a equation like this. VCC minus VCE minus IC RC is equal to 0. സോ ഈ ഇക്വേഷൻ ആണ് ബേസിക് ഇക്വേഷൻ. ഒരു തവണ നമ്മൾ ഇത് എഴുതിയിട്ടുണ്ട്. സോ ഇത് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് അപ്ലൈ KVL ഇൻ ദിസ് കളക്ടർ ലൂപ്പ്. സോ ഈ കളക്ടർ ലൂപ്പ് അല്ലെങ്കിൽ ദ ഔട്ട്പുട്ട് ലൂപ്പ്. സോ ഔട്ട്പുട്ട് ലൂപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം വി ഹാവ് VCC മൈനസ് പ്ലസ്, then we have IC into RC. So the voltage drop across this resistor RC is IC into RC. Then voltage VCE. അപ്പോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ KVL അപ്ലൈ ചെയ്താൽ വി ഗെറ്റ് എ ഇക്വേഷൻ ലൈക്ക് ദിസ്. സോ ഇവിടെ ഞാൻ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് ലീവിംഗ് ടെർമിനൽ വെച്ചാണ്. സോ ഇവിടെ ലീവിംഗ് ടെർമിനൽ പ്ലസ് VCC, ഇവിടെ മൈനസ് IC into RC, ഇവിടെ ഇങ്ങനെ വരുമ്പോ മൈനസ് VCE is equal to 0.
Then consider, നമ്മളൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാൻ പോവുകയാണ്. Consider this example circuit. So in this case, VCC is equal to 20 volt. IC എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. RC is a load resistance, is equal to 10 kilo ohm. Then RB is the base resistance, IB is the base current, VCE is the voltage between collector and emitter. It is in common emitter configuration. ഇതിന്റെ ഈ ഔട്ട്പുട്ട് ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, സോ ഔട്ട്പുട്ട് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഒരു ലൂപ്പായിട്ട് നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. സോ ഇത് ക്ലോക്ക് വൈസ് അല്ല ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുത്താൽ മതി. സോ VCC ഇവിടെ ഉണ്ട്. സോ VCC നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ് ആയിട്ടും ദെൻ ഇത് നമ്മൾ നെഗറ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. ദെൻ VCE ആൻഡ് IC ഇൻറ്റു RC. സോ ഇതിലും ചെയ്തേക്കുന്നത് ഒരേ KVL ആണ്, ഒരേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് സെയിം ഇക്വേഷൻ ആണ് കിട്ടുന്നത്. സോ ഫ്രം ദിസ് ഇക്വേഷൻ VCC is equal to VCC minus IC RC നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. Then let IC is equal to 0. നമുക്ക് IC is equal to 0 എന്ന് പറയുന്നത് നമുക്കറിയാം. We are considering the cutoff case. So cutoff means IC is equal to minimum. So apply IC is equal to 0 in this equation. So from this equation, when IC is equal to 0, we get VCE is equal to VCC. VCE is equal to VCC at IC is equal to 0. That IC is equal to 0. At that time, VCE is equal to maximum. So maximum value of VCE or the voltage is equal to VCC. So that is taken as point B. ഇതിനാണ് പോയിന്റ് ബി എന്ന് പറഞ്ഞ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. So that is the cutoff case. Then take the saturation case. So saturation means maximum value. So in this example, we are taking the maximum value of current is IC is equal to 2 milliampere. That is the maximum current, maximum collector current. So that is in the saturation point. So saturation means maximum, current is maximum, and the maximum current is 2 milliampere collector current. So take this condition and take RC is equal to 10 kilo ohm. So here we have RC is equal to 10 kilo ohm. Apply IC is equal to 2 milliampere, RC is equal to 10 kilo ohm in this equation number 1. So from this equation, we get VCE is equal to 20 minus 20, that is equal to 0. So we have VCE is equal to 0 at IC is equal to maximum, or that is equal to 2 milliampere, or that is the saturation point. So this is taken as point A. So point A means IC is equal to maximum, or in this example it is equal to 2 milliampere, and VC is equal to 0. So this is point A. ആ പോയിന്റ് ആണ് നമ്മളിവിടെ പോയിന്റ് എ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സാച്ചുറേഷൻ പോയിന്റ് ഓർ ദ മാക്സിമം വാല്യൂ ഓഫ് കറന്റ്. സോ ഫ്രം 1, അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് പോയിന്റ് കിട്ടും, പോയിന്റ് എ ആൻഡ് പോയിന്റ് ബി. ആ പോയിന്റ് എ ബി ഇത് കണക്ട് ചെയ്യുന്ന ലൈനാണ് DC ലോഡ് ലൈൻ ആയിട്ട് ഇവിടെ ഈ എക്സാമ്പിളിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. സോ ഫ്രം ഇക്വേഷൻ നമ്പർ 1, when VCE is equal to 0, ഇവിടെ VCE is equal to 0 ആണെങ്കിൽ we can say that IC is equal to VCC divided by RC. ഇപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്ത കേസ് VCE is equal to 0 at IC is equal to maximum. So when VCE is equal to 0, from this equation IC is equal to VCC by RC. So ഈ പോയിന്റ് എ എന്ന് പറയുന്നത് VCC divided by RC ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പോയിന്റ് ബിയുടെ കേസ് പറഞ്ഞു. സോ പോയിന്റ് ബിയിൽ എങ്ങനെയാണ് IC is equal to 0 and VCE is equal to VCC. So VCE is equal to VCC ആയിരിക്കും, or the maximum voltage ആയിരിക്കും. So we have point B and point A. So point A and point B makes a straight line, that is the DC load line. So we are analyzing only DC bias conditions. We have no AC input. അപ്പോൾ ഇതാണ് DC ലോഡ് ലൈൻ. ഇനി ഈ DC ലോഡ് ലൈനിലുള്ള ഒരു പോയിന്റിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ Q പോയിന്റ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഈ ഗ്രാഫിൽ.
സോ നമ്മുടെ അടുത്ത ടോപ്പിക് ഓപ്പറേറ്റിംഗ് പോയിന്റ് ആണ്. സോ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ക്യൂ പോയിന്റ് എന്ന് വിളിക്കും. ക്യൂവിന്റെ എക്സ്പാൻഷൻ ക്വിസന്റ് പോയിന്റ് അല്ലെങ്കിൽ ബയസ് പോയിന്റ് എന്നാണ്. സോ ദിസ് ക്യൂ പോയിന്റ്, ഇപ്പൊ ഞാനിവിടെ ഒരു പോയിന്റ് ജസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് പോയിന്റ് ഗീവ്സ് ടു വാല്യൂസ്. ഫ്രം ദിസ് ഗ്രാഫ് നമുക്ക് ഇതിന്റെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വോൾട്ടേജ് വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് VCE. ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IC വാല്യൂ കിട്ടും. So if this point is the Q point, this Q point gives one voltage value and one current value. So that is represented like this, VCQ and ICQ. So this Q represents the operating point. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. VCQ means VCE at Q point. ICQ means IC at Q point. So Q point നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.